NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഏതാനും ദിവസങ്ങളായി കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് മുൻ മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറാണ്. NSS സംരക്ഷണ സേന അല്ലെങ്കിൽ സംരക്ഷണ സംഘം എന്ന രൂപത്തിൽ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ കുറേ നാളായി പ്രവർത്തിക്കുന്നുമുണ്ട്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ഇപ്പോൾ ഈ മുൾമുനയിൽ നിർത്തുന്നത് എന്തുകൊണ്ട്? ഇത്രയും നാളില്ലാത്ത വിമർശനം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്? ഈ വിമർശകരൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? NSS സൃഷ്ടിച്ചത് മന്നത്ത് പത്മനാഭനാണെന്ന് എല്ലാവർക്കും അറിയാം. ആ മന്നത്ത് പത്മനാഭൻ NSS രൂപീകരിക്കുമ്പോൾ അദ്ദേഹം അഭിഭാഷകനായിരുന്നു. കമ്പനി ആക്ട് അനുസരിച്ചാണ് NSS രൂപീകരിച്ചത്. SNDPയും ആ ആക്ട് അനുസരിച്ചാണ് രൂപീകരിച്ചിരിക്കുന്നത്. കമ്പനി ആക്ട് അനുസരിച്ച് രൂപീകരിക്കുമ്പോൾ എത്ര ജനാധിപത്യം പറഞ്ഞാലും നിലവിലുള്ള ഭരണസമിതിയെ അല്ലെങ്കിൽ നിലവിലുള്ള ഭാരവാഹികളെ, പ്രധാനപ്പെട്ട ഭാരവാഹിയെ, ചീഫ് എക്സിക്യൂട്ടീവായ ജനറൽ സെക്രട്ടറിയെ മാറ്റുന്നത് കോടതി മുഖേന മാത്രമേ സാധിച്ചു. അതിന് കടുത്ത അഴിമതി ആരോപണം വേണം, തെളിവുകൾ വേണം. ആ കമ്പനി നിയമത്തിന് അല്ലെങ്കിൽ കമ്പനി ലോ ബോർഡിന് ബോധ്യപ്പെടുന്ന തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതിൻ്റെ ഭരണഘടനാ വിരുദ്ധമായി, അതിൻ്റെ ബൈലോ വിരുദ്ധമായി കാണിച്ചു എന്ന് തെളിയിക്കണം. അതിന് NSSൽ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വിമർശകരാരും കോടതിയിൽ പോകാത്തത്. എന്നാൽ ശ്രീ ജി സുകുമാരൻ നായർ അദ്ദേഹം ദീർഘകാലം NSSൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം പിയൂണായിട്ട് വന്നോട്ടെ, ജോലിക്കാരനായിട്ട് വന്നോട്ടെ, തോട്ടപ്പണി ചെയ്തു വന്നോട്ടെ, ക്ലർക്കായിട്ട് വന്നോട്ടെ, പക്ഷേ ദീർഘകാലം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന രൂപത്തിൽ നിന്ന് NSSനെ നയിച്ചത്, നിയന്ത്രിച്ചത് അദ്ദേഹമാണ്. അന്ന് ആർക്കും വിമർശനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി എന്ന രൂപത്തിൽ ജി സുകുമാരൻ നായരാണ് NSSൻ്റെ തലപ്പത്ത് പ്രവർത്തിച്ചത്. അന്ന് ആർക്കും വിമർശനം ഉണ്ടായില്ല. NSS ജനറൽ സെക്രട്ടറിയായി ശ്രീ PK നാരായണ പണിക്കർക്ക് ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്നു. അടുത്ത കാലത്തൊഴിച്ച് ഇത്രയും നാൾ വിമർശകരൊക്കെ എവിടെയായിരുന്നു? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. KB ഗണേഷ് കുമാർ ഉൾപ്പെടെ എവിടെയായിരുന്നു? കാരണം അതിൻ്റെ ഉത്തരവ് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം വന്നപ്പോൾ, അദ്ദേഹത്തിന് മേലായിക വന്നപ്പോൾ നേതൃത്വം പിടിക്കാൻ അതുവരെ പ്രവർത്തിക്കാതിരുന്ന പ്രമാണിമാരൊക്കെ ആ നേതൃത്വത്തെ വീക്കം ചെയ്യാനോ ദുർബലപ്പെടുത്താനോ പുതിയ നേതൃത്വത്തെ അവരോധിക്കാനോ നേതൃത്വം പിടിക്കാനോ വളഞ്ഞ വഴിയിലൂടെ ഉള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയും നാൾ എങ്ങനെയാണോ NSS പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. NSSൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ രീതി എന്താണ്? അഡ്മിഷൻ്റെ രീതി എന്താണ്? കരയോഗത്തിൽ നിന്ന് കത്ത് വാങ്ങിക്കും, അത് താലൂക്ക് യൂണിയനിൽ കൊടുക്കും, താലൂക്ക് യൂണിയനിൽ നിന്ന് റെക്കമെൻഡേഷൻ വരും, അത് ഹെഡ് ഓഫീസിൽ കൊടുക്കും, ഹെഡ് ഓഫീസിൽ അതിൻ്റെ കമ്മിറ്റി ഉണ്ടാകും, കരയോഗ അംഗങ്ങൾക്ക് മുൻഗണനയുണ്ട്. അങ്ങനെ ആ സെലക്ഷൻ പ്രൊസീജിയർ നടത്തും. അഡ്മിഷന് പണം വാങ്ങാറില്ല. എന്നാൽ നിയമനത്തിന് കേരളത്തിലെ ഏത് വ്യക്തിഗത മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് പ്രൈവറ്റ് മാനേജ്മെൻറ്റിനേക്കാളും കുറഞ്ഞ സംഭാവനയാണ് NSS വാങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല NSSൽ നായന്മാരെ മാത്രമല്ല നിയമിക്കുന്നത്. ആ കമ്മിറ്റിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഉണ്ടാവും, സർക്കാർ പ്രതിനിധി ഉണ്ടാവും. അവരുടെ കൂടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതര സമുദായാംഗങ്ങളിൽ അനേകം പേരെ NSS സ്ഥാപനങ്ങളിലെ അധ്യാപകരും അനധ്യാപകരുമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നാൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ച, ഇത്രയും നാൾ ഈ സൗജന്യങ്ങളൊക്കെ അനുഭവിച്ച, ഇത്രയും നാൾ ജി സുകുമാരൻ നായർ വലിയ പ്രമാണിയായി അംഗീകരിച്ച ആ വിദ്വാൻമാരാണ് ഇപ്പോൾ NSSനെയും സുകുമാരൻ നായരെയും ചവിട്ടിത്താഴ്ത്താൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്രയും NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയി സുകുമാരൻ നായർ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് മുൻ ജനറൽ സെക്രട്ടറിമാരെ ആദരിക്കുന്നില്ല എന്ന വിമർശനം വന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും എത്ര നാൾ ഏതൊക്കെ ജനറൽ സെക്രട്ടറിമാർ വന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു ആദ്യത്തെ ജനറൽ സെക്രട്ടറി. മന്നത്ത് പത്മനാഭന് ശേഷം ജനറൽ സെക്രട്ടറി ആയത് കൊല്ലത്തെ ശ്രീ V ഗംഗാധരനാണ്. അതിനുശേഷം വന്നത് ശ്രീ കോണ്ടൂർ കൃഷ്ണപിള്ളയാണ്.
അതിനുശേഷം MP മന്മഥൻ സാർ, മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായിരുന്ന വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന MG കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന MP മന്മഥൻ സാറാണ് അതിനുശേഷം ജനറൽ സെക്രട്ടറി ആയത്. അതിനുശേഷം വന്നാരാ? മക്കപ്പുഴ വാസുദേവൻ പിള്ള, വളരെ പ്രമാണിയായിരുന്നു. അതിനുശേഷം N പരമേശ്വരൻ പിള്ള, പിന്നീടാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള വരുന്നത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം RP നായർ വന്നു. പിന്നെ 28 വർഷം PK നാരായണ പണിക്കർ സാറിൻ്റെ കാലമായിരുന്നു. ഏതെങ്കിലും കാലത്ത് അതിനുശേഷമാണ് G സുകുമാരൻ നായർ 2011 ജനറൽ സെക്രട്ടറി ആകുന്നത്. മുൻ ജനറൽ സെക്രട്ടറിമാരെ ആദരിച്ച ഏതെങ്കിലും ഒരു പാരമ്പര്യം ഈ NSSനുണ്ടോ? മന്നത്ത് പത്മനാഭനെ അല്ലാതെ മുൻ ജനറൽ സെക്രട്ടറിമാരെ ആരെയും ഒരു ജനറൽ സെക്രട്ടറിയും ആദരിച്ചിട്ടില്ല, ഒരു കമ്മിറ്റിയും ആദരിച്ചിട്ടില്ല, ഒരു ഡയറക്ടർ ബോർഡും ആദരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ശ്രീ KB ഗണേഷ് കുമാർ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നല്ലോ ദീർഘകാലം. ഇവരെയൊക്കെ നമുക്കൊന്ന് ആദരിക്കണ്ടേ, ഇവരെയൊക്കെ ഓർക്കണ്ടേ, ഓർമ്മ ദിവസം നമുക്കൊന്ന് ആചരിക്കണ്ടേ എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പോഴത്തെ വിമർശകരൊക്കെ പല കരയോഗത്തിൻ്റെയും ഭാരവാഹികളാണ്, പല താലൂക്ക് യൂണിയൻ്റെയും ഭാരവാഹികളാണ്. അവരെന്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയില്ല ഇവരെയൊക്കെ ഒന്ന് ആദരിക്കാൻ? ഇതുവരെയുള്ള നടപടികളല്ല വേണ്ടത്, പുതിയ തിരുത്തൽ, പുതിയ മുഖത്തിനനുസരിച്ച് പോകണം എന്നെന്തുകൊണ്ട് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല? മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചില്ല. ഇവരൊക്കെ പലരും ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് വേണമെന്ന് പ്രമേയം പാസ്സാക്കിയില്ല? മെഡിക്കൽ കോളേജ് വേണമെന്ന് എന്തുകൊണ്ട് G സുകുമാരൻ നായരോട് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടില്ല? അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല. G സുകുമാരൻ നായരുടെ പ്രതാപകാലത്തും NSSൻ്റെ മുൻ ജനറൽ സെക്രട്ടറിമാരുടെ പ്രതാപകാലത്തും എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും സ്വീകരിച്ച ശേഷം ഒടുവിൽ വന്ന് വന്ധ്യവയോധികനായി G സുകുമാരൻ നായർ മാറിയപ്പോൾ അങ്ങേരുടെ നെഞ്ചത്ത് കയറി ചവിട്ടുനാടകം കളിക്കുന്നത് എന്ത് നീതിയാണ്? അതാണ് എൻ്റെ ചോദ്യം. കാരണം KB ഗണേഷ് കുമാറിനെ തന്നെ എടുക്കാം. അദ്ദേഹം മികച്ച വാഗ്മിയാണ്, മികച്ച ഭരണാധികാരിയാണ്, കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്കൊരു സ്വാർത്ഥത കൂടിയുണ്ട്. ശ്രീ KB ഗണേഷ് കുമാറിനെ ആദ്യമായി പ്രസംഗിപ്പിക്കുന്നത് ഞാനാണ്. കായംകുളത്തൊരു ചടങ്ങിൽ ഇരകൾ എന്ന സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് വീടിനകത്തേക്ക് ഓടിപ്പോയ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ആദ്യത്തെ പ്രസംഗിച്ച ഞാനാണ്. അദ്ദേഹം അത് എപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസംഗകനായി അദ്ദേഹം മാറുകയും ചെയ്തു. അത് നമുക്കൊക്കെ അഭിമാനിക്കാം. നല്ല ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും ഉൾപ്പെടെയുള്ള മന്ത്രിസഭാ അംഗങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാനും നല്ല വകുപ്പ് കിട്ടാനും അദ്ദേഹം ഉപയോഗിച്ചത് NSSനെയും G സുകുമാരൻ നായരെയല്ലേ? തീർച്ചയായുമാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള, അദ്ദേഹവും കുറെ കാലം NSSുമായി പിണങ്ങി നിന്നെങ്കിലും പിന്നീട് G സുകുമാരൻ നായരുമായി പോയി കോംപ്രമൈസ് ചെയ്ത് അദ്ദേഹത്തിനും നേട്ടങ്ങൾ കൈവരിച്ചില്ലേ? അല്ല, കേരള കോൺഗ്രസ് ബി എന്നൊരു ചെറിയ പാർട്ടി, വളരെ ഈർക്കിൽ പാർട്ടി എന്ന ഒരു പാർട്ടി കൊണ്ടാണോ അവരൊക്കെ ഈ നേട്ടങ്ങളും സ്ഥാനങ്ങളും കൈവരിച്ചത്? മറ്റൊന്ന്, ശ്രീ R ബാലകൃഷ്ണപിള്ളയുടെ ഉടമസ്ഥതയിൽ കൊട്ടാരക്കരയിൽ സ്കൂളുകളുണ്ട്, പത്തനാപുരത്തും. ആ സ്കൂളുകളിൽ സ്വന്തം ബന്ധുക്കളെ പലരെയും നിയമിച്ചിട്ടില്ലേ? സുകുമാരൻ നായർ ബന്ധുക്കളെ നിയമിച്ചിട്ടില്ല എന്നല്ല, സുകുമാരൻ നായർ ബന്ധുക്കളെ നിയമിച്ചിട്ടുണ്ട്. നാരായണ പണിക്കർ സാർ ബന്ധുക്കളെ നിയമിച്ചിട്ടുണ്ട്. ഇതുവരെ വന്ന MP മന്മഥൻ സാർ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ സെക്രട്ടറിമാരും അവരുടെ ബന്ധുക്കളെയും നിയമിച്ചിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചാണ് എന്നത് മാത്രം. എല്ലാവരും നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിയമിക്കുക. അങ്ങനെ നിയമിച്ചിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ 2026 G സുകുമാരൻ നായർ വന്ന എന്തോ ഒരു അപരാധം കാണിച്ചു എന്ന രൂപത്തിൽ ചിത്രീകരിക്കുമ്പോഴാണ് അതിനെ വിമർശിക്കുന്നത്. സുകുമാരൻ നായർ എന്താ ചെയ്തത്? മന്നം സമാധിയിൽ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല. മന്നം സമാധിയിൽ വർഷത്തിൽ 2-3 തവണ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രത്യേക പെർമിഷനോടുകൂടി അദ്ദേഹത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താം. 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം പറയുന്നത് സെക്യൂരിറ്റിയുടെ ഭാഗമായി
പട്ടിയെ കൊണ്ട് പോലീസ് നായയെ കൊണ്ട് മണപ്പിക്കരുത്, അതിനകത്ത് കയറ്റരുത്, 2 ചെരുപ്പിട്ടുകൊണ്ട് കയറരുത്. ഈ 2 കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന് അല്ലെ NSSന് ഇതൊരു ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും ഒക്കെ പോകുന്നുണ്ടല്ലോ. അതിനകത്ത് പട്ടിയെ മണപ്പിക്കാൻ കയറ്റുമോ? ചെരുപ്പിട്ടുകൊണ്ട് കയറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർ ക്ഷേത്രമായി NSSന് ആ ക്ഷേത്രമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷേത്രമെന്ന് കരുതിയാൽ മതി, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അവർ ക്ഷേത്രമെന്ന് കരുതുന്ന അവിടെ പോലീസായെ കയറ്റരുത്, ചെരുപ്പിട്ടുകൊണ്ട് കയറരുത് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയും? എനിക്ക് ബോധ്യമുണ്ട്. നരസിംഹറാവു, PV നരസിംഹറാവു, അദ്ദേഹത്തോടൊപ്പം വിദേശത്ത് യാത്ര നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര പ്രധാനമന്ത്രിയോടൊപ്പമായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനത്തിന് വന്നു. ആ സന്ദർശനത്തിൽ സെക്യൂരിറ്റിക്കാർ വന്നു. പക്ഷേ അവരെല്ലാം കേരളീയ വേഷം, മുണ്ടും ഷർട്ടും അണിഞ്ഞ് മേൽമുണ്ട് ധരിച്ചാണ് അകത്ത് കയറിയത്. ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ ക്ഷേത്രാചാര പ്രകാരമാണ് അവർ ക്ഷേത്രത്തിനകത്ത് കയറിയത്, നരസിംഹറാവും കയറിയത്. അപ്പോൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ ആചാരങ്ങളുണ്ട്. ഒരിക്കൽ ഭീമാപ്പള്ളിയിൽ ഒരു വിവാഹത്തിന് ഞാൻ പോയി. എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ വിവാഹമായിരുന്നു. അവരോടൊപ്പം ഞാനും ചെന്നിരുന്നു. അപ്പോൾ എന്നോട് ഒരു സഹോദരൻ വിളിച്ച് വെളിയിൽ പറഞ്ഞു, താങ്കൾക്ക് ഇവിടെ ഇരിക്കാൻ അവകാശമില്ല, കാരണം അത് ആചാരപ്രകാരമല്ല. ഞാൻ പുറത്തേക്ക് പോയി. CSIയുടെ ഒരു പള്ളിയിൽ ആൾക്കാർ ക്യൂ നിന്ന് ഈ ഒരു അപ്പം പോലൊരു സാധനം വായിലിട്ട് കൊടുക്കുന്നു. ഞാനും ക്യൂ നിന്നു. കുറച്ചുകൂടെ ചെറുപ്പമാണ്. അടുത്ത് ചെന്നപ്പോൾ ആ അച്ഛൻ എന്നോട് ചോദിച്ചു, മാമോദിസ മുക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് മാമോദിസ മുക്കിയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ മാറി നിന്നു. അപ്പോൾ ആചാരം, ഓരോ പ്രദേശത്തെ ഓരോ ദേവാലയത്തിലെ ആചാരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പെരുമാറേണ്ടത്. ഇത് ക്ഷേത്രമാണെന്ന് അവർ കരുതുന്നെങ്കിൽ അവിടെ ചെരുപ്പിട്ട് കയറിയേ പറ്റുമെന്ന് നിങ്ങളെന്തിനാ നിർബന്ധിക്കുന്നേ? അവിടെ പോലീസായെ കൊണ്ട് പണപ്പിച്ച സെക്യൂരിറ്റി ഉണ്ടാവുമെങ്കിൽ അങ്ങനെയുള്ളവരങ്ങോട്ട് കയറണ്ട എന്ന് അവർക്ക് പറയാമല്ലോ. എന്നാൽ പോലീസായും വേണ്ട, ചെരുപ്പുമില്ല, ഞാൻ കയറിക്കോളാം എന്നൊരു പറഞ്ഞ ആരെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതല്ല പ്രശ്നം. NSSൻ്റെ നേതൃത്വം പിടിച്ചടക്കലാണ്. ഒരു തെറ്റുമില്ല. NSS നേതൃത്വം പിടിച്ചടക്കണം. പുതിയ നേതൃത്വം വരണം. അതിന് നിയമപരമായ മാർഗങ്ങളുണ്ട്. എന്തുകൊണ്ട് മന്നത്താചാര്യൻ ഇതിനെ കമ്പനിയാക്കി? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നതാക്കിയില്ല? മലയാളിയുടെ മനസ്സറിയാവുന്ന അദ്ദേഹം ഈ സംഘടന നശിച്ചു പോകും, കുളവാകും എന്ന് വിചാരിച്ചാണ് ഈ തരത്തിൽ കമ്പനി ആക്ട് ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വലിയ നമ്മളൊക്കെ വീമ്പിളക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ മഹാനായ അംബേദ്കർ ഉണ്ടായിട്ടും ഒരാൾക്ക് മരണം വരെ പ്രധാനമന്ത്രിയായി ഇരിക്കാവുന്ന വ്യവസ്ഥ എന്തിനാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചത്? അതല്ലേ ഇന്ത്യയുടെ ശാപം. ഒരാൾ പ്രധാനമന്ത്രിയായാൽ അത് ഭരിക്കുന്നവരെ ഇംഗ്ലണ്ടിൽ വർഷത്തിലൊരിക്കൽ പ്രധാനമന്ത്രിമാർ ഏത് പാർട്ടിയാലും മാറിക്കൊണ്ടേയിരിക്കുക. ഭരണഘടന അനുസരിച്ച് ഇംഗ്ലണ്ടിൽ പിന്നെ ഭരണഘടനയില്ല. അമേരിക്കയിൽ ഭരണഘടന അനുസരിച്ച് 2 ടേമിൽ കൂടുതൽ പ്രസിഡന്റാണ് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ്, അധികാരത്തിൽ തുടരാൻ പറ്റില്ല. ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇഷ്ടം പോലെ മരിക്കുന്നവരെ ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാവുന്ന വ്യവസ്ഥ എന്തിനെഴുതി ചേർത്തു? അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ എഴുതി ചേർത്തതിന് അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ കാണാം. ഇവിടെ മന്നത്താചാര്യൻ എന്തുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥ ഇതിനെ കമ്പനിയാക്കി? എന്നാൽ പിന്നെ ജനാധിപത്യ സംഘടനയാക്കി രൂപപ്പെടുത്തിയാൽ പോരായിരുന്നു? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം കാണും. അപ്പോൾ ആ തരത്തിൽ NSSനെ വളർത്തിയെടുക്കുക. NSS ഒരു മഹത്തായ പ്രസ്ഥാനം തന്നെയാണ്, അതിനകത്തൊരു സംശയവുമില്ല. അത് വളർന്നു വരേണ്ടതുമാണ്. അതൊരിക്കലും NSS ഞാൻ മനസ്സിലാക്കിയത്തോളം നായർക്ക് വേണ്ടി മാത്രം ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. നായരുൾപ്പെടെയുള്ള മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് NSSനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലെ അഴിമതിയിൽ ശക്തമായ നിലപാടെടുത്ത ആളാണ് G. സുകുമാരൻ നായരും NSSും. അന്ന് നാരായണ പണിക്കർ സാറും ഉണ്ടായിരുന്നു. NSSൻ്റെ പ്രതിനിധികളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റാവുകയും ഭരിക്കുകയും ചെയ്ത നേതാക്കന്മാരെ
പിരിച്ചുവിടിയിച്ച ഇതിന് കാരണക്കാരനായ ആൾ ഞാനാണ് ആ വാർത്തകൾ നിരന്തരം എഴുതിയത്. അതിന് പൂർണ്ണ പിന്തുണ നൽകിയ സംഘടനയാണ് NSS. അപ്പം അതുകൊണ്ട് സുകുമാരൻ നായർ അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ല. അങ്ങൊരു കൈയിട്ട് വരാറില്ല, ഇങ്ങനെ സ്വത്ത് വാരിക്കൂട്ടിയിട്ടില്ല. മറ്റൊന്ന് ധാർഷ്ട്യം. അദ്ദേഹത്തിന് ഇത്തിരി ധാർഷ്ട്യം ഉണ്ടെന്നുള്ള സത്യമാണ്. ഇത്രയും നാൾ ധാർഷ്ട്യം സഹിച്ചവരാണല്ലോ എല്ലാവരും. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ശേഷം ഇപ്പോൾ വന്ധ്യവയോധീനാകുമ്പോൾ തള്ളി പറയുന്നത് എന്ത് മര്യാദയാ? ഇത്രയും നാൾ ധാർഷ്ട്യം, പുതിയ ധാർഷ്ട്യം പെരുന്നേന്ന് മുളച്ചു വന്നതല്ലല്ലോ. ചങ്ങനാശ്ശേരിയിൽ പെരുന്നേന്ന് മുളച്ചു വന്നതല്ലോ സുകുമാരൻ നായരുടെ മനസ്സിൽ. പണ്ടുണ്ടായിരുന്ന ധാർഷ്ട്യം ഇപ്പോഴും ഉണ്ട്. പണ്ട് കുനിഞ്ഞു നോക്കിയെങ്കിൽ ഇപ്പോഴും കുനിഞ്ഞു നോക്കുന്നുണ്ട്. പണ്ട് തലചൊറിഞ്ഞെങ്കിൽ ഇപ്പോഴും തലചൊറിയുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ നേതാക്കന്മാരായപ്പോൾ മണിച്ചേട്ട ആ തലചൊറിയുന്നത് ശരിയല്ല, നേരെ നോക്ക്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ടെലിവിഷൻ അഭിമുഖങ്ങളിൽ മുഖം വളരെ ബീഭത്സ രൂപത്തിലാക്കി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, ഇങ്ങനെയല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ NSSൻ്റെ ഭാരവാഹിയോ പ്രവർത്തകനൊന്നുമല്ല. അപ്പോൾ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന ആൾക്കാർ, അതിൻ്റെ നേതാക്കന്മാരായിരുന്ന ആൾക്കാർ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യുന്നതിന് എന്തുകൊണ്ട് തക്ക സമയത്ത് ഇടപെട്ടില്ല? അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രായം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകൾ. PB ഗണേഷ് കുമാർ അദ്ദേഹത്തിന് പറയുന്നത് കേട്ടു. UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി വിജയിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. മുമ്പ് KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തല്ലോ അദ്ദേഹം. അന്ന് അദ്ദേഹം വലിയ മഹാനും, എതിർ സ്ഥാനാർത്ഥിയെ സഹായിച്ചപ്പോൾ വൃത്തികെട്ടവനുമാകുന്നത് എങ്ങനെയാണ്? അന്ന് വലിയ മഹാനായിരുന്നു, ഇടയ്ക്ക് വൃത്തികെട്ടനുമായി. അപ്പോൾ അത് ശരിയായ ഇരട്ടത്താപ്പല്ലേ? അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ NSSനെ വിമർശിക്കണം, ഒരു തെറ്റുമില്ല. G. സുകുമാരൻ നായരെ മുൾമുനയിൽ നിർത്തണം. അതിൽ കണ്ടന്റ് വേണം, കാമ്പ് വേണം, അദ്ദേഹത്തിൻ്റെ അഴിമതി വേണം ചൂണ്ടിക്കാണിക്കാൻ. അദ്ദേഹത്തിനെ പുറത്താക്കാൻ നിയമപരമായ മാർഗങ്ങൾ തേടണം. അതിനു പകരം ഞാൻ ജനകീയ കോടതിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത് ശരിയാണോ? ജനകീയ കോടതിയിൽ പോയാൽ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും ജനകീയ കോടതി 1-2 പേരുടെ മാത്രമല്ലല്ലോ, എല്ലാവരുടെയും ജനകീയ കോടതിയാണ്. അതുകൊണ്ട് ശ്രീ G. സുകുമാരൻ നായരെ NSS നേതൃത്വത്തെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് അധാർമികമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന്, NSSൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും സൗജന്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും പറ്റിയ പലരും നിശബ്ദമായിരിക്കുന്നത് കണ്ടതുകൊണ്ട് കൂടിയാണ് ഇത്രയും സംസാരിക്കാൻ തുനിഞ്ഞത്. നന്ദി, നമസ്കാരം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.